ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇതൊരു ക്ലാസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇന്ന് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളെങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ നമ്മുടെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഇമോഷൻസ് എന്ന് പറയുന്നത് എങ്ങനെ ക്രിയേറ്റ് ആവുക, നമ്മുടെ തോട്ടിൽ നിന്നാണ് ഇമോഷൻ ക്രിയേറ്റ് ആവുക. സോ നമ്മുടെ തോട്ടിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ തോട്ടിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആദ്യപടിയായിട്ട് നമ്മുടെ ഇമോഷൻസ് ഒരുപാട് കൺട്രോൾ ആവും. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ആകുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഹോർമോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ആവും. ഇതൊക്കെ ഒരേ രീതിയിൽ നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഹെൽത്തും നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് വന്നാൽ. സോ നമുക്ക് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമ്മൾ ഡിറ്റാച്ച്മെൻറ്റ് തോട്ടിൽ നിന്ന് ഉണ്ടാക്കാം, അതുവഴി എങ്ങനെ നല്ല ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നെഗറ്റീവ് തോട്ട് വരില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഡിഫോൾട്ട് സിസ്റ്റം, നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഡിഫോൾട്ട് സിസ്റ്റം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നെഗറ്റീവ് തോട്ട് വന്നാലും അതിന് നിൽക്കാൻ പഠിക്കണം. കാരണം നമ്മുടെ ഒരു സർവൈവൽ മോഡിൽ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരും. അതായത് നമുക്ക് എന്നും ജീവിതം നമുക്ക് പുതിയ കാര്യങ്ങളാണ് തരിക. സോ ലൈഫ് അൺസർട്ടൺ ആണ്. അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള പേടി വരും. അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരും. നമ്മൾ എത്ര ഇമ്പ്രൂവ് ആയി, ഇമോഷൻ ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞാലും ഇത് നമുക്ക് വരും. സോ നമുക്ക് അതിന് ഫസ്റ്റ് പടിയായിട്ട് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ ഡിറ്റാച്ച് ആയിട്ട് വാച്ച് ചെയ്യാൻ പഠിക്കണം. സോ നമുക്ക് ആ പ്രാക്ടീസിലേക്ക് കടക്കാം. ആദ്യം കണ്ണടച്ചിരിക്കുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം. നിങ്ങൾക്ക് നടന്നിട്ടും ഈ പ്രാക്ടീസ് ചെയ്യാം. ഇതത്ര വലിയ ഇതുള്ളതല്ല. 1 മിനിറ്റ് നിങ്ങളുടെ തോട്ടിനെ വാച്ച് ചെയ്യുക. നിങ്ങളുടെ തോട്ടിനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തോട്ടിനെ നിർത്താൻ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാച്ച് ചെയ്യുക. എന്ത് ഇമോഷൻസോ കൊടുന്നോട്ടെ. ആദ്യമൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളും ഒന്നിച്ചിട്ട് വരും. സോ ഒന്നിച്ചിട്ട് എല്ലാ നെഗറ്റീവ് തോട്ട്സും വരും. അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് വാച്ച് ചെയ്യുക. അങ്ങനെ തന്നെ രാവിലെ എണീച്ചിട്ടോ വൈകിട്ടോ നിങ്ങളുടെ ഫ്രീ ടൈമിലോ എപ്പോൾ വേണമെങ്കിൽ ഇത് ചെയ്യാം. മെല്ലെ കണ്ണ് തുറക്കാം. ഇങ്ങനെ നിങ്ങൾ ഇമോഷൻസിനെ വാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് റെഗുലേറ്റ് ആവും. അതുവഴി നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. സോ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.